ഇനി വാട്ട് അബൌട്ട് യുവർ ലൈഫ്? എങ്ങനെയാണ് മ്യൂസിക് എന്നൊരു കമ്പം ഉള്ളിൽ കയറിയത്? എപ്പോഴാണ്? വളരെ ചെറുപ്പം മുതൽ തന്നെ നമുക്ക് പാടുന്നവരെ കണ്ടാൽ നമുക്ക് അതിയായി ആഗ്രഹിക്കുക എന്ന് പറയില്ലേ, അല്ലെങ്കിൽ നന്നായിട്ട് മോഹിക്കുക, അല്ലെങ്കിൽ അവരോട് ചെറുതായിട്ടൊരു അസൂയ വരിക, നമുക്ക് അതുപോലെയൊക്കെ ആവാൻ കഴിയുമോ എന്നുള്ളത്. ചെറുതായിട്ടൊക്കെ പാടാൻ അറിയാം, അതുകൊണ്ടായിരിക്കാം അത്തരം ചിന്ത വരുന്നത്. അവരെ പോലെ ആവാൻ കഴിയുമോ എന്നൊക്കെ ചിന്ത ചെറിയൊരു രീതിയിൽ നമുക്ക് പാടാൻ കഴിയുന്നത് കൊണ്ടായിരിക്കാം. പിന്നെ അതിലൂടെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് സ്റ്റേജിലൊക്കെ ഈ മദ്രസയിൽ പഠിക്കുമ്പോ കലോത്സവങ്ങളിലൊക്കെ ചെറുതായിട്ടൊക്കെ നമ്മള് പാടാൻ പോവാറുണ്ട്, പാടിയിട്ടുണ്ട്, സ്കൂൾ തലങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അറിയില്ല, തീർച്ചയായിട്ടും നമ്മളെ ഓരോ മലയാളികളെയും സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന രണ്ട് ലെജൻസ് ഇവിടെ ഉണ്ടല്ലോ, മമ്മൂക്ക, ലാലേട്ടൻ, ഉണ്ടല്ലോ. തീർച്ചയായിട്ടും എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ഉറപ്പായിട്ടും മമ്മൂട്ടി എന്ന മഹാനടനാണ് എന്ന് തന്നെ പറയാം. ഓരോ ആളുകളെയും മമ്മൂക്ക, ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നുകൊണ്ട് അവര് ഉള്ള സമയത്ത് നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. അപ്പോ അദ്ദേഹമൊക്കെ ചെയ്ത ഓരോ കഥാപാത്രങ്ങളാണ് നമ്മളെ സിനിമയിലേക്ക് വീണ്ടും വീണ്ടും എത്ര വീഴ്ചകൾ ഉണ്ടായാലും വീണ്ടും നമ്മളെ കൈപിടിച്ച് അവര് ശരിക്കും ഓരോ മലയാളികളെയും ഓരോ ആഗ്രഹികളെയും പിടിച്ചുയർത്തുന്നുണ്ട് ശരിക്കും അവര്. ഫിസിക്കലായിട്ട് നമുക്ക് ടച്ച് ചെയ്യുന്നുണ്ട്, അവരത് അറിയുന്നില്ല എങ്കിലും.